ബിഗ് ബോസ് പവർ റൂമിലേക്ക് കയറാൻ താല്പര്യമുള്ളവരോട് എണീറ്റ് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എണീറ്റ് നിന്നത് നന്ദനയും സായിയും സിജോയും ജാസ്മിനും ജിൻഡോയും ആയിരുന്നു. അവർ തമ്മിൽ ഒരു ഡിബേറ്റ് വെച്ചിട്ടുണ്ട് ബിഗ് ബോസ്. അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഓരോരുത്തർ ഔട്ട് ആക്കിയിട്ട് ലാസ്റ്റ് രണ്ടുപേർക്ക് കയറാം എന്നുള്ളതാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ആദ്യം തന്നെ ജാസ്മിനെ ഔട്ട് ആക്കാനാണ് നോക്കുന്നത്. ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിട്ടില്ലെന്ന് സിജോ ഒക്കെ പറയുന്നുണ്ട്. ജാസ്മിനും ഗബ്രിയും ഒന്നിച്ചെന്നാണ് എപ്പോഴും കളിച്ചിട്ടുള്ളത്, നിന്ന് കളിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് സിജോ അവിടെ പറയുന്നുണ്ട്. ജയിലിൽ പോയിട്ട് എന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊന്നും നിൽക്കാൻ അർഹതയില്ല, പവർ റൂമിൽ ഒരിക്കലും കയറാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് ജിൻഡോ ജാസ്മിനെ പറ്റി പറയുന്നുണ്ട്. ആരുമായിട്ട് ഇടപെടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ സായും ജാസ്മിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ജാസ്മിനെയാണ് ആദ്യം തന്നെ പുറത്താക്കുന്നത്. രണ്ടാമത് അപ്പൊ എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് ജിൻഡോനെയാണ് അപ്പൊ പുറത്താക്കുന്നത്. ജോ പറയുന്നുണ്ട്, ജിൻഡോ ഞാൻ വന്നതിൽ പിന്നെ മോശമായിട്ടൊക്കെയാണ് എല്ലാ കാര്യങ്ങളിലും പെരുമാറിയിട്ടുള്ളതെന്നും ഫിസിക്കൽ ടാസ്ക് ഒക്കെ നന്നായിട്ടല്ല കളിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ജിൻഡോനെ പറയുന്നത്. സ്ട്രെങ്ത് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ നന്ദനയും അപ്പൊ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജിൻഡോ ആണ് രണ്ടാമത് പുറത്തേക്ക് പോകുന്നത്. അടുത്ത സിജോനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ സായിയും അതുപോലെ നന്ദനയും സംസാരിക്കുന്നത്. അപ്പൊ സായി പറയാണ്, സിജോ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അപ്പൊ നോമിനേഷൻ ഒന്ന് ഫേസ് ചെയ്യുന്ന നല്ലതാണെന്നും വൃത്തിയായിട്ടല്ലേ വന്നത്, അത് പുറത്തിരുന്നാലാണ് കത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലും. അതുപോലെ ഇപ്പൊ നന്ദനയും സിജോനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫിസിക്കൽ ഗെയിം ഒന്നും അത്രയ്ക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റില്ല സിജോയ്ക്കൊന്നും, അപ്പൊ പുറത്തുനിന്ന് ഗെയിം കളിക്കുക എന്നുള്ള രീതിയിലൊക്കെ നന്ദനയും പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സിജോനെയാണ് അപ്പൊ പുറത്താക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് അപ്പൊ നന്ദനയും സായിയുമാണ് പവർ റൂമിലേക്ക് കയറുന്നത്. ഇവരെല്ലാവരുടെയും ഡിബേറ്റ് ഒരു രസം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ആരും തന്നെ ഓരോരുത്തരുടെ കാര്യങ്ങളൊന്നും എടുത്തിട്ട് നന്നായിട്ട് പവറായിട്ടൊന്നും സംസാരിക്കുന്നതായിട്ട് കണ്ടില്ല. ഓരോ ഒപ്പിക്കലൊക്കെ തന്നെ ആയിരുന്നു. അപ്പൊ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങൾ ഇത് കണ്ടിരുന്നോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.